കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ കുംഭം രാശിക്കാർക്ക് വ്യാഴം 2015 ജൂലൈ മാസം 15-ാം തീയതി വരെ 6-ാം ഭാവത്തിലും അതിനുമേൽ 7-ലും, ശനി 2014 നവംബർ 2 വരെ 9-ലും അതിനുമേൽ 10-ാം ഭാവത്തിലും, രാഹു അഷ്ടമത്തിലും കേതു ധനത്തിലുമാകിയാൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഫലങ്ങളാകും പൊതുവെ ഈ വർഷം അനുഭവമാവുക. കുടുംബപരമായി വളരെയധികം അനുകൂലമായിരിക്കുന്ന സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് നന്മയും സന്തോഷവും അനുഭവിക്കാൻ ഇടവരും. വാഹനം, ഭൂമി മുതലായവയിൽ നിന്ന് ധനാഗമവും പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്തെ പുതിയ ശത്രുതകൾ ഉടലെടുക്കപ്പെട്ടേക്കാം. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുക നിമിത്തം പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ സംസാരത്തിൽ മിതത്വം പാലിക്കുക. പൊതുപ്രവർത്തകർക്ക് പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് പോലും എതിർപ്പുകളെ നേരിടേണ്ടതായി വന്നേക്കാം. സാമ്പത്തികമായി വലിയ ദോഷങ്ങളൊക്കെ സാധ്യതയില്ല. ഇഷ്ട ബന്ധുജനങ്ങളുടെ വിയോഗങ്ങൾ വഴി മാനസിക വിഷമതകൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല കാലമാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഗൃഹം മോടി പിടിപ്പിക്കുവാനും ഇടവരുന്നതാണ്. വിദേശ യാത്രാ പരിശ്രമങ്ങളൊക്കെ തടസ്സം നേരിടാനും സാധ്യത കാണുന്നു. കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും നിയമരംഗത്തുള്ളവർക്കും ഗുണപ്രദമല്ലാത്ത സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനത്തിന് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റുള്ള വ്യക്തികളുടെ തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിക്കുക നിമിത്തം പ്രയാസങ്ങൾക്കും ഇടകാണുന്നു. ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ തുടങ്ങിയ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ അർച്ചന മുതലായ വഴിപാടുകൾ മാസം പ്രതി ജന്മനക്ഷത്രത്തിന് നടത്തിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ്. അവതാര വിഷ്ണു മൂർത്തികളെ പ്രാർത്ഥിക്കുന്നതും അവരുടെ സ്തോത്രങ്ങളും മന്ത്രങ്ങളുമെല്ലാം തന്നെ ജപിക്കുന്നതും ഗുണം ചെയ്യും. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ